ആരാണ് സിംഹത്തെ മൃഗങ്ങളുടെ രാജാവാക്കിയത്? ഒരു മൃഗവുമല്ല, നമ്മളാണ്, നിങ്ങളാണ്. അതെ, നാം കഥകളിലൂടെ സിംഹത്തെ രാജാവാക്കി. അവന്റെ മീശ കണ്ടപ്പോൾ, അവന്റെ താടി കണ്ടപ്പോൾ, അവന്റെ രൗദ്രഭാവം കണ്ടപ്പോൾ നമ്മൾ അവനെ രാജാവാക്കി. ബുദ്ധിമാനാണോ സിംഹം? അല്ല. ബുദ്ധിമാന്മാരായ മൃഗങ്ങളുടെ 18ാമത്തതും 20ാമത്തേക്ക് റാങ്കിലേക്ക് വരുന്നവരാണ് സിംഹവും കടുവയും. ആരാണ് ആദ്യത്തെ റാങ്കുകാരൻ എന്നല്ല ഞാൻ പറയുന്നത്. 2ാമത്തെ റാങ്കുകാരൻ, മൃഗങ്ങളിൽ 2ാമത്തെ റാങ്കുകാരൻ ആനയാണ്. ജീവികളിൽ 3ാമത്തെ റാങ്കാവും. കാരണം അതിനിടയ്ക്ക് ഡോൾഫിൻ, ജീവൻസിന് തൊട്ട് പുറകിൽ ഡോൾഫിൻ വന്നേക്കും. ആനയെ, ഇത്രയും ബുദ്ധിയുള്ള ആനയെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോ ഒരു കുഞ്ഞുകുട്ടി, എനിക്ക് തോന്നുന്നത് ആനപ്പാപ്പന്റെ മോനായിരിക്കാം, താൻ ആ കുട്ടിയാണ് ആ ആനയെ കൺട്രോൾ ചെയ്യുന്നത്. വലിയ ആനയെ കൺട്രോൾ ചെയ്യുന്നത് ആ കുട്ടി. ആ കുട്ടിക്ക് ബുദ്ധി ഉണ്ടായിട്ടൊന്നും അല്ല, അത് ആ ആനപ്പാപ്പൻ നൽകിയ അധികാരം വെച്ചാണ്. ഒരു തോട്ടി മതി ആനയെ കൺട്രോൾ ചെയ്യാൻ. ചില ആന ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് നിന്നിട്ട് അവൻ ഇങ്ങനെ അങ്ങോട്ടും നടക്കും, അല്ലേ, ഇങ്ങോട്ട് ആകും. അവന് ഒരു തോട്ടി അവന്റെ ശരീരത്തിൽ ചാരി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. കാരണം തോട്ടി എന്ന് പറയുന്നത് പാപ്പന്റെ പ്രതിനിധിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് ആനയെ പറ്റി പറഞ്ഞത്, എന്തുകൊണ്ടാണ് സിംഹത്തെ പറ്റി പറഞ്ഞത്? അതിന് കാരണമുണ്ട്. എലിവേറ്റഡ് ഹൈവേയിലേക്കാണ് ഞാൻ വരുന്നത്. മലയാളികളെ കൊമ്പന്മാർ, ടസ്കേഴ്സ് എന്ന് പറയുക, ബുദ്ധിമാന്മാരെന്നാ പറയുക, ആനയെന്നാ പറയുക. പക്ഷെ ആ ആനയ്ക്ക് മുകളിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള വിഭാഗത്തിലുള്ളവരാണ് കൺട്രോൾ ചെയ്യുന്നത്. നമ്മളുടെ എലിവേറ്റഡ് ഹൈവേയിലേക്ക് ഞാൻ വരുന്നത്. ആ എലിവേറ്റഡ് ഹൈവേ ചരിത്രങ്ങളിലേക്ക് വരാം. ചരിത്രങ്ങളിലല്ല, ഇപ്പോൾ നമ്മെ നീറി പോയിക്കുന്ന 2023 ഫെബ്രുവരി 1 മുതൽ കേരളത്തിലെ മനുഷ്യരെല്ലാവരും അനുഭവിക്കുന്ന, അരൂരിലെ മുതൽ തുറവൂര് മുതൽ ജനങ്ങൾ അനുഭവിക്കുന്ന ആ പീഡനങ്ങളുടെ, വിഷമങ്ങളുടെ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറക്കുന്നത്. അച്ചപ്പ്, വിഷമങ്ങളുടെ, ദുഃഖങ്ങളുടെ ഒക്കെ. എവരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എലിവേറ്റഡ് ഹൈവേ, അതിന്റെ കാരണങ്ങള്, അതിന്റെ ബ്ലോക്കുകള്, അതിന്റെ റോഡുകളുടെ ശോചനീയാവസ്ഥ, അതുപോലെ അതിന് ഇലക്ട്രിസിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പെൻഡിങ് വരുന്നത്, അല്ലെങ്കിൽ തുറവൂരം ഉള്ള എക്സ്റ്റൻഷൻ വർക്ക് വരുന്നത്, അതുപോലെ അരൂരിൽ വരുന്ന ബ്ലോക്കുകള് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ടാണ്. 100 പേരിലധികം പേര് പ്രത്യക്ഷമായും പരോക്ഷമായും മരണമടഞ്ഞു കഴിഞ്ഞു. ഇവരുടെ അശാസ്ത്രീയമായ റോഡ് കൊണ്ട്, കുണ്ടും കുഴിയുമായ റോഡ്. എത്ര റോഡുകളിൽ അപകടം വന്ന് കയ്യും കാലും പൊട്ടിയവരും ഒടിഞ്ഞവരും ഒക്കെ ഉണ്ട്. അതുപോലെ വാഹനങ്ങൾ കിട്ടുന്ന കോടികളാണ് നഷ്ടപ്പെട്ടുള്ളത്. അതായത് ഇതിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ അടുത്ത് വരുന്നത്രയും തുക നമ്മളിൽ നിന്ന് പോയി. എത്ര പേരുടെ ജീവനാണ്, എത്രയോ യുവാക്കളുടെ, ഓരോ വീടിന്റെയും അത്താണിയുടെ, നെടുന്തൂണുകളുടെ. ഞാൻ പലപ്പോഴും ഈ എലിവേറ്റഡ് ഹൈവേയുടെ അടിയിലൂടെ ബ്ലോക്കിൽ വരെയുന്ന ഒരു യാത്രക്കാരനാണ്. ഒരു ദിവസം പോലും സമാധാനത്തോടെ എനിക്ക് അവരോട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ 1 കിലോമീറ്റർ ഇടയ്ക്ക് തന്നെ 2 ബ്ലോക്ക് ആയിരിക്കും. ചന്ദരൂർ, എരമല്ലൂര്, അവരെ കുത്തിയതോട് ഇവിടെ പാലങ്ങളുണ്ട്. ഈ പാലങ്ങൾ ഉപയോഗിക്കുന്നത് ഇവരുടെ യാർഡായിട്ടാണ്. ഇവർ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെങ്കിൽ ആ പാലങ്ങളുടെ ഫ്രണ്ടും മുൻപിലും പിന്നിലും ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് പഴയ തല്ലിപ്പുഴ റോഡിൽ കൂടി മണിക്കൂറുകൾ സഞ്ചരിച്ചാണ് അവർ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടിക്കുകയാണ് നമ്മളെ. വളരെ സിമ്പിളായിട്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അല്പം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ. സിംഹമാകണമെന്നൊന്നും പറയുന്നില്ല. 18ാം സ്ഥാനം വേണ്ട, ഒരു 7ാം സ്ഥാനം ആയാൽ മതി.
അല്ലെങ്കിൽ 8ാം സ്ഥാനമെങ്കിലും ആയാൽ മതി, അവർക്ക് ചെയ്യാനാവും. പക്ഷേ അവരെ നയിക്കുന്നവരാരാണ്? ആനപ്പാപ്പന്മാര്. നമ്മള് വല്ലതും ചെയ്യുന്നുണ്ടോ? നമ്മുടെ നേതാക്കള്, നമ്മുടെ ജനപ്രതിനിധികള്? ഇവർ വിചാരിച്ചാൽ ഇവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർക്കാവുന്ന പ്രശ്നമേള്. അരൂർ ജംഗ്ഷൻ നോക്കൂ, ആവശ്യമില്ലാതെ കുറെ ബ്ലോക്കുകൾ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ വളച്ചു തിരിച്ചു വിടിയൻ. എന്തിന്റെ ആവശ്യം? കിഴക്കോട്ട് പോകണമെങ്കിൽ അവര് 1/2 കിലോമീറ്റർ കിഴക്കോട്ട് പോകണം. ആ രീതിയിലാക്കി ബ്ലോക്ക് ആക്കുന്നു. കുറെ സമയം ജനങ്ങൾക്ക് റോഡുകൾക്ക് ബ്ലോക്കായി. രാവിലെ വന്നാൽ 1.5-2 കിലോമീറ്റർ ദൂരത്തിൽ ബ്ലോക്കാണ്. വൈകുന്നേരം വന്നാൽ ഇങ്ങോട്ട് പോരുന്നവര്, ഈ തൊഴിലാളികൾ, ഡെയിലി തൊഴിലാളികള്, മറ്റുള്ള തൊഴിലാളികൾക്ക് രാവിലെ പോകണം. അപ്പൊ 8 മണിക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1.5 കിലോമീറ്ററോളം ബ്ലോക്ക്. ഇന്നും ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇന്ന് 1.5-2 കിലോമീറ്ററോളം ബ്ലോക്ക് ആയിരുന്നു. ആ ബ്ലോക്കിൽ കൂടി ഞങ്ങളുടെ ഇടവഴിക്ക് പോകും. പാവം കാറുകളും ലോറികളും ബസ്സുകളും എങ്ങനെ പോകും? അതിൽ യാത്രക്കാരും പോകും. തിരിച്ചു വരുമ്പോ വൈകുന്നേരം കുമ്പളം പാലത്തിന് അപ്പുറത്ത് ടോൾ ഗേറ്റ് മുതൽ തുടങ്ങും ബ്ലോക്ക്. കാരണം എന്താണ്? ഒരു ചെറിയ വണ്ടിയോ ചെറിയ തടസ്സങ്ങളോ, ഒരു ചെറിയ ആ പ്ലാസ്റ്റിക്കിന്റെ സാധനം കൊണ്ടൊന്ന് ഇന്റർസെപ്റ്റർ കൊണ്ട് നോക്കും, അതാണ് ബ്ലോക്ക്. അപ്പൊ അവിടെ ബുദ്ധിപരമായ മനുഷ്യരായ നമ്മളുടെ തലയിൽ സിംഹം, ബുദ്ധിയില്ലാത്ത സിംഹം നിൽക്കുകയാണ്. അവരാണ് അലറുന്നത്. നാം കേൾക്കും. നമ്മളുടെ മുകളില്, കാറുകളിൽ മുകളിൽ സിമെന്റ് വീണാലോ, എന്ത് പ്രശ്നമുണ്ടായാലോ, വെൽഡിങ് ചിപ്സ് വീണാലോ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. ഒന്നും പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല. ബ്ലോക്ക് ആക്കി വെക്കുമ്പോൾ സംസാരിക്കാൻ ആരുമില്ല ഇവിടെ. അതെടുത്ത് മാറ്റിയിട്ട് പോകാൻ ആരുമില്ല. കാരണം അവരൊരു ചെറിയൊരു കാര്യത്തിനാണ് അവർ നോക്കുന്നവരാണ്. അവരുടെ മെയിൻ ആളുകളൊന്നുമല്ല. ആ പിള്ളേർക്ക് തോന്നി ആ ബസ്സുകാരവിടെ നിർത്തുമെന്ന് തോന്നിയാൽ അവരൊക്കെ തന്നെ ക്ലാസ്സിൽ നിർത്തും. ആ ഒരു തലത്തിലേക്ക് പോകുമ്പോ കോൺട്രാക്ടേഴ്സ് നോക്കണം. കാര്യം ജനങ്ങള് ഈ 2023 മുതൽ ഫെബ്രുവരി 1 മുതൽ അനുഭവിക്കുന്ന ആ ഒരു വിഷമം, അത് അവർക്ക് കൃത്രിമ സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല. ആംബുലൻസിൽ പോകുന്ന എത്രയോ രോഗികൾ മരിച്ചിട്ടുണ്ട് ഈ കാലതാമസം ഉള്ളതുകൊണ്ട് തന്നെ. ഇപ്പൊ ചന്ദ്രൂരും എരമല്ലൂരും കുത്തിയതോടും സ്ഥിരം ബ്ലോക്കാണ്. ഒരു ആവശ്യം ഇല്ലാതെ എന്ന് പറയാം. നിങ്ങൾ ചെന്ന് നോക്കൂ, നാട്ടുകാരായ നിങ്ങൾ ചെന്ന് നോക്കൂ, വണ്ടിക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ക്യാമറ വെച്ച് ഫോട്ടോ അല്ല വീഡിയോ എടുത്തു. ഒരു ബ്ലോക്കും ഇല്ല അവിടെ. ഒരു പ്രശ്നവും പണിയും നടക്കണ്ട കുത്തിയതോട്. ആ 1 കിലോമീറ്ററോളം അവരെ അടച്ചിട്ടേക്കിരുന്നു. എന്നിട്ട് ഞങ്ങള് റോങ് സൈഡ് കയറിപ്പോയി. അപ്പോഴാണ് മനസ്സിലാക്കിയത് അവിടെ ഒരു പ്രശ്നമില്ല. ആകെ ഒരു ട്രാക്ടർ പോലത്തെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അതും റോഡിലല്ല, റോഡിന്റെ സൈഡിൽ. അങ്ങനെ ഒരു വണ്ടി വിടാം. എന്നിട്ട് പോലും അവരത് ചെയ്തില്ല. എരമല്ലൂർ ബ്ലോക്ക് വരുന്നത് എന്താണ്? അവിടെ ടോൾ ആണ് അവിടെ വരുന്നത്. ആ ഒരു ഹോസ്പിറ്റലിന് മുമ്പിലുള്ള അവിടെ എന്ന് പറഞ്ഞ ഒരാളെ ഗർഡർ വീണ് മരിച്ചായിരുന്നു. എപ്പോഴും അവിടെ ബ്ലോക്കാണ്. എങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 15 മിനിറ്റെങ്കിലും നമ്മളെ കളയും. ഇപ്പോ പഴയ NH ആണ് ഈ കുത്തിയതോറും ചന്ദ്രൂരൊക്കെ ഉള്ളത്. പക്ഷെ അവിടെയെല്ലാം റോഡ് തല്ലിപ്പഴിഞ്ഞിറക്കും. ഇവരൊന്നും റിപ്പയർ ചെയ്തില്ല. ഇവരൊരു റോഡ് റിപ്പയർ ചെയ്യില്ല. നമ്മളെ ഇട്ട് വലയ്ക്കല്ലേ, പഴയ റോഡിലോട്ട് ഡൈവേർട്ട് ചെയ്യല്ലേ. എപ്പോഴും എല്ലാവരും വായിത്തോന്ന് അനാവശ്യം പറയും. ചന്ദ്രൂർ പാലം, കുത്തിയോട് പാലൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എരമല്ലൂരൊക്കെ ശ്രദ്ധിക്കണം. ബ്ലോക്ക് വരുന്ന ഇടത്താണ് ഇവർ സാധനങ്ങൾ വെക്കുന്നത്. ഈ സാധനങ്ങൾ മാറ്റുന്നത് വരെ അവിടെയെല്ലാം കൂട്ടിയിടുകയാണ്. പിന്നെ കാണിയുടെ വർക്ക് നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാത്തിന്റെയും പല സ്ഥലങ്ങളിലും ആ ഒരു തലത്തിലാണ്. ഒരു വണ്ടി തിരിക്കണമെങ്കിൽ പോലും അവർ അരമണിക്കൂർ നേരം ബ്ലോക്ക് ആക്കുകയാണ്. ഈ ഒരു ബ്ലോക്കില്ലാതിരിക്കാൻ ഇനി എന്താണ് ഇത് തീരുന്നത്? ഇനിയും 2026 ജനുവരി തീർക്കുമെന്ന് പറഞ്ഞു, തീർന്നില്ല. ഏപ്രിൽ തീരുന്നില്ല. ഇനി തീരുന്നത് 2027 തീരുമെന്ന് സംശയമാണ്. ഇവരുടെ വർക്ക് ആ രീതിയിലാണ്. ഒരു 10 മീറ്റർ പോലും അവർ ഫിനിഷ് ചെയ്തിട്ടില്ല വർക്ക് എവിടെയും. റോഡിലെ പണി എന്ന് പറയുന്നത് ഞാൻ പറയുന്നുണ്ട്, അത്രയും മോശമാണ്. ഈ എലിവേറ്റഡ് ഹൈവേയുടെ നീളം കൃത്യമായി പറഞ്ഞാൽ 12.75 കിലോമീറ്റർ ആണ്. പക്ഷേ ഒരു എക്സ്റ്റൻഷൻ തുറവൂര് ആ ജംഗ്ഷനിലെ ചില പ്രശ്നങ്ങൾ, അവിടെ ബിസിനസിന്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഒരു 250 മീറ്ററോട് കൂട്ടി അങ്ങനെ 13.31 കിലോമീറ്റർ ആണ് മൊത്തം വരുന്നത്. അതിന്റെ വർക്ക് ചെയ്തിട്ടില്ല. ആ വർക്ക് കോൺട്രാക്ട് എടുക്കുന്നത് ഈ അശോക ബിൽഡ് അല്ല, അതിന് പകരം KCC എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടേഴ്സ് ആണ്. ഇവർ തന്നെ ആയിരുന്നെങ്കിൽ വേഗത്തിൽ വർക്ക് നടക്കുമായിരുന്നു. കാര്യം ഇവർക്ക് ഇവരുടെ സാമഗ്രികളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ടാണ് KCC കൊടുത്തതെന്ന് അറിയില്ല. കാര്യങ്ങളുണ്ടാവാം. അവിടെ അവരും പ്രഗത്ഭരാണ്. അവിടെ എല്ലാ സാമഗ്രികളും അവർ അടുപ്പിക്കണം, എങ്കിൽ മാത്രമേ നടക്കൂ. അപ്പോ ഒരു കാര്യം ചെയ്യുന്നവർക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ
തട്ടുവാർക്ക് സൺഷെയ്ഡ് വാർക്കുന്നവരെ തട്ട് കൊടുക്കുകയാണെങ്കിൽ തീർക്കാമായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഭിത്തി കെട്ടുന്നവരെ തന്നെ തേക്കുന്ന കൊടുക്കണമെങ്കിൽ തീർക്കാമായിരുന്നു. അതാണ് ഇവിടെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ആണ് നമ്മുടെ ഹൈവേ. നമ്മൾക്ക് അഭിമാനിക്കാം. ഇത് വിപ്ലവകരമായ മാറ്റമാണ്. ആധുനികവൽക്കരണവും പുരോഗമനവുമായി ലോകം കാണുമ്പോൾ അറിയണം. അരൂർ മുതൽ തുറവൂർ വരെയുള്ള ബിസിനസ്സുകാരുടെ നട്ടെല്ലൊടിച്ചു. നിങ്ങൾ നോക്കൂ, അരൂരിലെ 4 മാർജിൻ ഫ്രീ ഷോപ്പുകൾ അടയ്ക്കേണ്ടി വന്നു, പൂട്ടിപ്പോകേണ്ടി വന്നു. അതുപോലെ ഹോട്ടലുകൾ, ടെക്സ്റ്റൈൽസുകൾ, മറ്റ് പല കടകളും എല്ലാത്തിനും ലോക്ക് വീണു. ഒരു ഹർത്താൽ ദിവസത്തേത് പോലെയാണ് ഓരോ കടകളും. നിങ്ങളും പോകുമ്പോൾ ശ്രദ്ധിക്കൂ. നാടിന്റെ പുരോഗതി നമ്മുടെയൊക്കെ മനസ്സാകണമല്ലോ. പക്ഷേ ഇവിടെ ആരും പ്രതികരിക്കുന്നില്ല, പൂട്ടിക്കിടക്കുകയാണ്. ഈ വികസനത്തെ, പുരോഗതിയെ നാം എല്ലാ കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. 100-ലധികം പേരുടെ പ്രത്യക്ഷമായും പരോക്ഷമായും മരണമുണ്ടായിട്ടും ആര് പ്രതികരിച്ചു? ഫേസ്ബുക്കിൽ 2-3 എഴുതും, വാട്സാപ്പിൽ 2-3 എഴുതും, പത്രത്തിൽ 2-3 എഴുതും, ചാനലുകളിൽ കുറച്ചെഴുതും, അതോട് തീർന്ന് അടുത്ത മരണം അടുത്ത ദിവസം. ആ രീതിയായിരുന്നു. എലിവേറ്റഡ് ഹൈവേയുടെ താഴെയുള്ള റോഡിന്റെ പണികൾ ഇവർ തന്നെയല്ലേ ചെയ്യേണ്ടത്? പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാൽ ടാർ പൂശലല്ലേ ഇപ്പോൾ നടക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കൂ. എല്ലായിടത്തും സ്ക്രാച്ച് ചെയ്തു, അല്ലെങ്കിൽ എവിടെയാണ് അല്പം പോയിരിക്കുന്നത് അവിടെയെല്ലാം പെയിന്റ് ചെയ്ത് വെക്കണം. ഒരു പഞ്ചായത്ത് റോഡിനേക്കാൾ മോശമായാണ് ചെയ്തിരിക്കുന്നത്. എവിടെയും മുഴകളും കുഴികളും കുണ്ടുകളും ഒക്കെയാണ്. 2 വീലറുകൾ പോലും സുഖമായി പോകാനാവുന്നില്ല. കാറുകളും മറ്റു വാഹനങ്ങളും തങ്ങളുടെ ഷോക്ക് അബ്സർവറും സസ്പെൻഷനുകളും പോകാതിരിക്കാനായി വളരെ പതുക്കെയാണ് പോകുന്നത്, പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ. അത് കാരണവും ബ്ലോക്ക് കൂടെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന 2 വീലർ ഓടിച്ചിട്ടുള്ള യാത്രക്കാരാണ്. ഇത്തിരി വെള്ളം കണ്ടാൽ മാറ്റിയെടുക്കുന്ന കാറുകാരാണ്. എന്തിനാണ് ഇത്ര സൂക്ഷിക്കുന്നത്? ഞാൻ കാർ ഓടിക്കുമ്പോൾ ഞാൻ കാറുകൾ ഒരിക്കലും അവിടെ സ്ലോയിലൊന്നും ഓടിക്കാറില്ല, സ്പീഡ് കിട്ടുമ്പോൾ ഓടിക്കും. കാരണം എന്താണ്? സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ്, അതുപോലെ ഷോക്ക് എല്ലാം ആ രീതിയിൽ തന്നെയാണ് അത് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ വണ്ടിക്കൊന്നും പ്രശ്നമില്ല. ടയറിൽ വെള്ളം പറ്റിയതുകൊണ്ട്, ചെയർ പറ്റിയതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഒന്ന് ഷവർ ചെയ്താൽ മതി. ഇവരെ ബ്ലോക്ക് എന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഈ പാലംകാരും എലിവേറ്റഡ് ഹൈവേക്കാരും മാത്രമല്ല, അവരും ബ്ലോക്ക് ഉണ്ടാക്കേണ്ടത്. ആർക്കാണ് എലിവേറ്റഡ് ഹൈവേയുടെ റോഡ് ശരിയാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ താഴെയുള്ള റോഡിന്റെ, സർവീസസ് റോഡിന്റെ അടിപ്പാതയുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് NHAIക്കാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. മഹാരാഷ്ട്രയിലെ അശോക ബിൽഡ്കോൺ കമ്പനിയാണ് ഈ പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. PWDയുടെ പങ്കെന്ന് പറയാവുന്നത് ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനായി സർവീസ് റോഡുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഗതാഗതം തിരിച്ചുവിടുന്നതിനുമായി NHAI പൊതുമരാമത്ത് വകുപ്പിന് 8.5 കോടി രൂപ കൈമാറിയിട്ടുണ്ട്. 12.75 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒറ്റത്തൂണ് നിർമ്മിക്കുന്ന 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ പുരോഗതി ഉയരപാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെങ്കിലും വൈദ്യുതി ലൈനുകൾ മാറ്റുന്നതിലെ കാലതാമസം കൊണ്ടാണ് ഈ ഒരു തടസ്സം വന്നിരിക്കുന്നത്. ആ ഒരു തടസ്സം തീരുന്നതാണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാശൊക്കെ വാങ്ങി, കോടികൾ വാങ്ങിയിട്ട് എന്ത് റോഡാണ് ഉണ്ടായിരുന്നത്? ഇതാണ് സ്ഥിതി. ആ കാശും വാങ്ങി റോഡ് കുളമായപ്പോൾ നമ്മുടെ ജനങ്ങൾ ജനപ്രതി എന്നോണം അപകടത്തിൽപ്പെടുകയാണ്. എൻ്റെ ഇക്കാലമുള്ള ജീവിതത്തിൽ ഇത്രയും മോശമായ NH കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുഞ്ഞുകാലം മുതൽ, അന്ന് ചെറിയ റോഡായിരുന്നു, പിന്നെയാണ് NH വികസിപ്പിച്ചത്. ആ കാലം മുതൽ തുടങ്ങിയ കൺസ്ട്രക്ഷനാണ്. ഈ കാലവും എനിക്ക് കുട്ടിയായി, പേരക്കുട്ടികളായി, എന്നിട്ടും കൺസ്ട്രക്ഷൻ തീർന്നിട്ടില്ല. ഒത്തിരി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും ജനങ്ങളും നമ്മളും ഭാവിയിൽ വരുന്ന സ്വപ്നതുല്യമായ യാത്രയിലായത് കൊണ്ടാണ് നാം ഇവരുടെ ഈ ബ്ലോക്കുകളും ഈ പീഡനങ്ങളും ഈ റോഡിന്റെ ശോച്യമായ അവസ്ഥയും സഹിക്കുന്നത്. ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരങ്ങളും ജീവനോപാധികളും നഷ്ടപ്പെടുമ്പോഴും ആ ജനങ്ങളും നമ്മളും പിടിച്ചു നിൽക്കുന്നത് വാഗ്ദത്തങ്ങളിൽ മരം നിറഞ്ഞാണ്. അരൂർ മുതൽ തുറവൂർ വരെയുള്ള ജനജീവിതം ആപ്പാടെ തകർത്ത എലിവേറ്റഡ് ഹൈവേയെ നമ്മൾ സന്തോഷത്തിൽ സ്വീകരിക്കുന്നതാണ്
ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഹൈവേ എന്നതിലാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനഷ്ടം ഉണ്ടായപ്പോഴും പണി നടന്നപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഇലക്ട്രിസിറ്റി എത്രയോ പ്രാവശ്യമാണ് നഷ്ടപ്പെട്ടത്. എത്രയധികം യൂണിറ്റ്സ് ആണ് കെ എസ് ഇ ബി നഷ്ടപ്പെട്ടത്. കോടിക്കണക്കിന് രൂപയുടെ യൂണിറ്റ്സ് ആണ് കെ എസ് ഇ ബിക്ക് നഷ്ടപ്പെട്ടത്. കോടിക്കണക്കിന് രൂപയുടെ വെള്ളമാണ് ജപ്പാൻ കുടിവെള്ളത്തിന് നഷ്ടപ്പെട്ടത്. എപ്പോഴും പ്രശ്നമാണ്. ഇപ്പോഴും 5 ദിവസത്തേക്ക് ഹൈവേ ചേർത്തില്ലെങ്കോ വർക്ക് നടക്കുന്നത് കൊണ്ട് അവിടുത്തെ പൈപ്പ് പൊട്ടിച്ചുകൊണ്ട് 5 ദിവസത്തേക്ക് വെള്ളമില്ല. ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. എവിടെയും ഹൈവേ വർക്ക് നടക്കുകയല്ലേ. ആഴ്ചയിൽ 3 പ്രാവശ്യവും 4 പ്രാവശ്യമൊക്കെ പൈപ്പ് പൊട്ടുകയാണ്. അതും പൊതുഖജനാവിൽ നിന്നാണ് ആ ക്യാഷ് പോകുന്നത്. അങ്ങനെയും പോകുന്നു കോടികൾ. ബ്ലോക്കിലൂടെ ഡെയിലി വേദനക്കാർക്ക് അവരുടെ ജോലി നഷ്ടങ്ങൾ ഉണ്ടാകുകയാണ്. ആംബുലൻസ് രോഗികളെ സ്ഥാനത്ത് കൃത്യമായ സമയത്ത് എത്തിക്കാതെ വരുമ്പോൾ മരിക്കുകയാണ്. എലിവേറ്റഡ് ഹൈവേ പണിയുന്ന കാശിനൊപ്പം നാട്ടുകാരുടെ കാശ് കൂടി അതിൽ നിന്ന് ഉണ്ടെന്ന് വെച്ചേക്കുക. എസ്റ്റിമേറ്റ് തുകയായ 1665 കോടിയാണെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാഷും അത്രയും കോടിയൊക്കെ നമ്മുടെയും പോകുന്നുണ്ട്, സർക്കാരിൻ്റെയും പോകുന്നുണ്ട്, ഓരോ വകുപ്പുകളുടെയും പോകുന്നുണ്ട്. ഈ 1665 കോടി എന്നത് ഇപ്പോൾ 2168 കോടിയായി. എങ്കിലും അവർ പറഞ്ഞ കാലയളവിൽ ഇതൊന്നും തീരില്ല. ഈ രീതിയിലെ പണിയാണെങ്കിൽ, മെല്ലെപ്പോക്ക് പണിയാണെങ്കിൽ, ശരിയായ രീതിയിൽ പണിയാണെങ്കിൽ അവർക്ക് എത്ര എംപ്ലോയീസ് ആണ് ഇപ്പോൾ പണിയെന്ന് അറിയില്ല. ചിലപ്പോൾ ഒരു വാഹനം ഓടിക്കുന്ന ആളുകാർ തന്നെയായിരിക്കും അവരുടെ എല്ലാ ഒരു 10 വാഹനങ്ങൾ ഓടിക്കുന്നപ്പോൾ അതുപോലെ ആയിരിക്കും. അപ്പോൾ കുറെ പണിക്കാരെ പഴയതിനേക്കാൾ കുറച്ചു. ലാഭത്തിനാണോ എളുപ്പത്തിനാണോ എന്നും അറിയില്ല. ആരും അതിനെപ്പറ്റി ചോദിക്കില്ല, അറിയില്ലല്ലോ. എലിവേറ്റഡ് ഹൈവേ എന്നത് ആധുനിക റോഡ്. ഇനിയിപ്പോ എലിവേറ്റഡ് ഹൈവേ എന്താണെന്ന് ഞാൻ പറയുകയാണ്. ഈ എലിവേറ്റഡ് ഹൈവേയുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം പറയുകയാണ്. എലിവേറ്റഡ് ഹൈവേ എന്നത് ആധുനിക റോഡ് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമാണ്. ലോകത്തില് 1920 വിവിധ പരീക്ഷണങ്ങളുടെ തുടങ്ങി പുരോഗമിച്ച റോഡിന്റെ നിർമ്മാണ സാങ്കേതിക വിദ്യകളുടെ ഏറ്റവും മികച്ചതാണ് എലിവേറ്റഡ് ഹൈവേ. അപ്ഗ്രേഡ് ഹൈവേകളെ അപേക്ഷിച്ച് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ കൂടുതൽ ചെലവാണ്. കൂടുതൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സംയോജനമായിട്ട് ചിലർക്ക് എലിവേറ്റഡ് ഹൈവേ താഴോട്ട് സാധാരണ റോഡും ഒക്കെ ആക്കും. ഡൽഹിയിലൊക്കെ അങ്ങനെയാണ്. ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേ എന്നൊക്കെ പറഞ്ഞിരുന്നത് ഡൽഹിയിലെ ഹൈവേ ആണ്. ഹരിയാനയ്ക്കും ഡൽഹിക്കും ഇടയ്ക്കുള്ള ആ ഹൈവേ ആണ്. പക്ഷെ അതും ഈ സംയോജനം ഉള്ളതുകൊണ്ട് ഏറ്റവും വലുതാകുന്നില്ല. പക്ഷേ അരൂരിലെ സംബന്ധിച്ചിടത്തോളം അരൂർ ചെറുപുഴ റോഡ് 12.75 13.3 എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലുതാണ്. എലിവേറ്റഡ് ഹൈവേ എന്തൊക്കെ കാര്യത്തിൽ ആവശ്യമുള്ളത്? റോഡിൽ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, കുന്നും മലകളും ഉണ്ടാകുമ്പോൾ, ഒത്തിരി പഴകൾ ഉണ്ടാകുമ്പോൾ, റെയിൽവേ ലൈനുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ എലിവേറ്റഡ് ഹൈവേ വേണ്ടി വരുന്നത്. പിന്നെ കൂടുതൽ ചെലവുകൾ. അരൂരെ സംബന്ധിച്ചിടത്തോളം അരൂരും തുറവൂര് വരെയുള്ള സ്ഥലങ്ങൾക്ക് ഒത്തിരി രൂപയാണ് ഒരു സെന്റിന് കൊടുക്കേണ്ടി വന്നത്. ആ ചെലവുകൾ കൂടുതലായപ്പോൾ, പൊളിക്കൽ ചെലവുകൾ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? അത് ആ പാരിസ്ഥിതിക ഘടകങ്ങളും എല്ലാം നോക്കിയിട്ട് അവർ എലിവേറ്റഡ് ഹൈവേ അരൂരായി. കൂടുതൽ സ്ഥലം എടുക്കേണ്ട, അത് സർവീസ് റോഡിന്റെ ആവശ്യം വന്നില്ല. അതുകൊണ്ടാണ് ആ രീതി വരികയും ബജറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്ത്. ഈ സ്വകാര്യ സ്വത്ത് വാങ്ങിക്കുമ്പോഴും ഈ പറഞ്ഞ എമൗണ്ടുകൾ കൂടുന്നത് കൊണ്ടാണ്. പിന്നെ കൂടാതെ അവർ കേസ് കൊടുക്കാം. ഒരു കക്ഷിക്ക് ആ സ്ഥലം വിട്ടുകൊടുക്കില്ല, അവർ കേസ് കൊടുക്കുമ്പോൾ വീണ്ടും നീളാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു കാര്യം കൂടി അതിന്റെ പിന്നിലുണ്ട്. ലോകത്ത് എമ്പാടും ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേകളുണ്ട്, എക്സ്പ്രസ് ഹൈവേകൾ. പ്രത്യേകിച്ച് അമേരിക്ക, കിഴക്കൻ തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ നഗരങ്ങൾ പോലുള്ള ഒത്തിരി സ്ഥലങ്ങളിൽ ഇതുണ്ട്. നഗരങ്ങളിലുണ്ട്, മറ്റുള്ള കുന്നുപോലെ സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഏഷ്യയിൽ തന്നെ മെട്രോ മനില സ്കൈവേ, ഗ്യാങ്ഷു, ബാങ്കോക്ക്, ഒസാക്ക, ഷാങ്ഹായ്, ടോക്കിയോ, വുഹാൻ തുടങ്ങിയ നഗരങ്ങളുടെ മധ്യഭാഗത്ത് എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ഉള്ളത് നമ്മൾക്കറിയാം. അതെല്ലാം നമ്മൾ ടിവിയിലൂടെയും സിനിമയിലൂടെയും നാം കാണാറുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, 9,000 കോടിക്കാണ് ഡൽഹിയിൽ ആ ദ്വാരക എക്സ്പ്രസ് ഹൈവേ ആക്കിയത്.
അത് 2024 മാർച്ചിന് മോദിജി ഗുരുഗ്രാമില് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ 2018 ഡിസംബറില് നമ്മുടെ കഴക്കൂട്ടത്തില് 2.72 കിലോമീറ്ററോളം നീളത്തില് എലിവേറ്റഡ് ഹൈവേ ഒന്നും നാം അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളും 6 ഹൈവേക്ക് സ്ഥലം കിട്ടുന്നതിൽ ബുദ്ധിമുട്ടാണ് ഈ എലിവേറ്റഡ് ഹൈവേ വന്നത്. അത് നമുക്ക് നല്ലതാണെങ്കിലും എങ്കിലും ഈ അശോക ബിൽഡ് കോണിലേക്ക് എങ്ങനെയാണ് നാം എത്തിപ്പെട്ടത്, ഈ NH എത്തപ്പെട്ടെന്ന് നോക്കാം. 12.75 കിലോമീറ്റർ ദൈർഘ്യമുള്ള തുറവൂർ എലിവേറ്റഡ് ഹൈവേ 1668.50 കോടി രൂപ വിലയുള്ള NHAI പദ്ധതിയാണ്. ടെൻഡർ പ്രക്രിയയിൽ ഏറ്റവും കുറഞ്ഞ ലേലക്കാരൻ L1 എന്നൊക്കെ പറയാവുന്നത് ഈ അശോക ബിൽഡ്കോൺ ലിമിറ്റഡ് ആയിരുന്നു. ആയതിനാലാണ് അവർക്ക് കരാർ കൊടുത്തത്. EPC മോഡൽ 6 വരി എലിവേറ്റഡ് ഹൈവേ നടപ്പിലാക്കാനുള്ള സാങ്കേതിക ശേഷിയും ഇവർക്കുണ്ട്. ഇവർ പ്രഗത്ഭരാണ്. ഇവർ പല സിറ്റികളിലും പല സ്റ്റേറ്റുകളിലും നടത്തിയത് വെച്ചിട്ടാണ് ആ ഒരു തലത്തിൽ അവർക്ക് നൽകിയത്. അവരുടെ ക്വാളിറ്റിയും അതുപോലെ റേറ്റ് കുറവ് എന്ന രീതിയിലാണ്. 2026 ജനുവരി 1 അവർ ഉദ്ഘാടനമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്തത് എന്താണ്? അരൂർ പള്ളി ബൈപ്പാസ് കവലയിലെ 2548 നമ്പർ ഗർഡർ സ്ഥാപിക്കുന്ന ചടങ്ങ് നടത്തി. 1 നമ്പർ പില്ലറിൽ ആക്ച്വലി 25, 26, 27 പില്ലറിലെ ഒരു പണിയും ചെയ്യാതെ കിടക്കുമ്പോഴാണ് ഇവർ ആഘോഷമായിട്ട് എവിടെ നടത്തിയത്? 24, 25, 26, 27 പില്ലറിലെ ഗർഡറിന്റെ പണികൾ ചെയ്യാതെ വന്നിട്ടാണ് ഈ 1 നമ്പറിൽ വളരെയധികം ആഘോഷത്തോടെ കുറെ പ്രഗത്ഭ വ്യക്തികളെ, പ്രധാന വ്യക്തികളെ വിളിച്ചുകൊണ്ട് പൂജാ കർമ്മങ്ങളോടുകൂടി ആ ഗർഡർ സ്ഥാപനം നടത്തിയത്. അതുപോലെ തന്നെ ഗർഡർ, അവസാനത്തെ ഗർഡർ എന്ന് അവർ പറയുമ്പോൾ അവസാനത്തെ ഗർഡർ തുറവൂര് കിടക്കാണ്. തുറവൂര് ഇനിയും ചെയ്യാനുള്ള എക്സ്റ്റൻഷന്റെ അടുത്ത് കിടക്കാണ്. KCC കോൺട്രാക്ട് കമ്പനി ചെയ്യാനുള്ള ആ ഗർഡർ അത് ഇരുപാതയല്ല, സിംഗിൾ പാതയായിട്ടാണ് അത് പോകുന്നത്. അപ്പൊ അവിടെ വരുന്നതിന് 354 തൂണുകൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 366 തൂണുകൾ വേണം തീരാനായിട്ട്. തുറവൂർ ജംഗ്ഷനിൽ ഈ എക്സ്റ്റൻഷൻ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ തീർക്കുമായിരുന്നു എന്നായിരിക്കും അവർ പറയുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇവർ മന്ദഗതിയിലുള്ള വർക്കായത്. പിന്നെ മറ്റൊരു രീതിയിൽ മന്ദഗതി വർക്കാം. ഈ ടവർ ലൈൻ മാറ്റാൻ കാലതാമസം എടുക്കുന്നത് കൊണ്ട് ഇവർ ആ രീതിയിൽ സ്ലോയായെന്നോ അറിയില്ല, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, അവർ ചെയ്യുന്നുണ്ട്. അപ്പോ എലിവേറ്റഡ് ഹൈവേയുടെ ഈ പണി പെൻഡിങ് വന്നതും 250 മീറ്റർ ഒരു എക്സ്റ്റൻഷൻ ചെയ്യേണ്ടി വന്നത് നാട്ടുകാരുടെ പ്രക്ഷോഭത്താലും സമരത്താലും കൂടിയാണ്. അപ്പൊ റീഎസ്റ്റിമേറ്റ് വേണ്ടി വന്നു, റീഡിസൈൻ വേണ്ടി വന്നു, അങ്ങനെ മറ്റ് പല കാര്യങ്ങളും വേണ്ടി വന്നു. അത് സാങ്ഷൻ ആക്കാനും വേണ്ടി വന്നു. ഒറ്റ പില്ലർ എന്നത് 2 പില്ലർ എന്ന രീതിയിൽ 4 വരി റോഡ് എന്ന രീതി അങ്ങോട്ട് പോകുന്നത് ഒറ്റ പില്ലർ കൊണ്ട് ഒറ്റ പില്ലർ എന്നത് 2 പില്ലർ ആകും. അത് 4 വരി റോഡ് എന്നത് 2 വരി എന്ന രീതിയിലോട്ട് അത് മാറുകയാണ്. അശോക ബിൽഡ്കോണിന്റെ കമ്പനിക്ക് തന്നെ തൂണുകൾ നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ സാമഗ്രികൾ ആ സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പൊ മറ്റൊരു കമ്പനി അവരും നിർമ്മാണ മേഖലയിലെ അധികായന്മാരും അദ്ദേഹന്മാർ തന്നെയാണ്. KCC നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. നിർമ്മാണം ആരംഭിക്കും. അത് ഈ താമസം അതിനെ പണിയെ ബാധിച്ചത് ആ ഒരു കാര്യമായിരിക്കാം. KCC എന്ന് പറയുന്നത് കോൺട്രാക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന അത് അസോസിയേറ്റ് ചെയ്യുന്നത് KCC ബിൽഡ്കോണാണ്. അപ്പൊ KCC കോൺട്രാക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും KCC ബിൽഡ്കോണും ടീം തന്നെയാണ്. ഒരു എലിവേറ്റഡ് ഹൈവേ എന്നത് നിയന്ത്രിത എക്സ്പ്രസ് ഹൈവേ ആണ്. ചില സ്ഥലങ്ങളിൽ ഉദാഹരണമായിട്ട് നമ്മുടെ ഈ എലിവേറ്റഡ് ഹൈവേയിൽ ഒരുപക്ഷെ 2 വീലറിന് പ്രവേശനം ഉണ്ടാവില്ല, 3 വീലറിന് പ്രവേശനം ഉണ്ടാവില്ല. അത് നിയന്ത്രിത ആക്സസ് ഹൈവേ ആണ്. സാധാരണയായി വയഡക്റ്റുകളുടെ രൂപത്തിലാണ് നിർമ്മിക്കുന്നത്. ഒരു നീണ്ട പിയർ പാലം എന്താ പറയുക, തൂണുകളിലൂടെ ആണ്. ഞാൻ പിയറിനെ പറ്റി പിയർ എന്താണെന്നുള്ള രീതിയിൽ കുമ്പളങ്ങി അരൂർ പാലത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു തന്നു.
ഒരു എലിവേറ്റഡ് ഹൈവേ ഒരു മുഴുവൻ ഒരൊറ്റ പാലമാണ് എന്ന് തന്നെ അറിയുക. നമ്മുടെ അഭിമാനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അരൂർ തുറവൂർ ഹൈവേ. ഇന്ത്യയിലെ ഏറ്റവും വലുതാണ്. മറ്റൊരു പാലം ഹൈവേ വരാത്ത കാലത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലുതാണ്. അപ്പോൾ നിങ്ങൾ പറയും ഡൽഹിയിലെ ദോരക ഗുരുഗ്രാം ആ ഹൈവേ പറ്റി ചോദിക്കും. ഹരിയാന ടു ഡൽഹി ഉള്ളത്, അതിലുള്ളത് ഹരിയാന മുതൽ ദ്വാരക വരെ നീണ്ടു കിടക്കുന്ന ഒന്നാണ്, ഒറ്റ ഒന്നല്ല. അത് ഹരിയാനയിൽ ദ്വാരകയിൽ 8.6 മുതൽ 9 കിലോമീറ്റേഴ്സ് വരെയാണ് എലിവേറ്റഡ് പോകുന്നത്. പിന്നെ സംയോജനം മിക്സ്ഡ് ആണ് വരുന്നത്. ഹരിയാനയിലത് 10 കിലോമീറ്ററുമാണ്. ആകെ അവർ ദൂരം വരുമ്പോൾ 29.1 ആണെങ്കിലും എല്ലാം എലിവേറ്റഡ് ഹൈവേ ഇല്ല. അതിലവർക്ക് തുരങ്കപാതയുണ്ട് 3.6 കിലോമീറ്റർ. അത് ഏറ്റവും വലിയ തുരങ്കപാതയാണ്. അതായത് ടണലില് ഈ റോഡിന്റെ പേരെന്ന് പറയുന്നത് NH248BB എന്നാണ്. നമ്മുടേതാണെങ്കിൽ NH66 ആണ്. മുമ്പ് NH47 ആയി. പിന്നെ ഈ ടോളുകളുടെയും മറ്റുള്ളതൊക്കെ നമ്മൾ പിരിയാനുള്ള സൗകര്യത്തിനായും മറ്റുള്ള ഐഡന്റിഫിക്കേഷൻ സൗകര്യത്തിനായാലും വർക്കുകളുടെ സൗകര്യത്തിനായാലും പല പല പേരുകളായി. നമ്മൾക്ക് അഭിമാനിക്കാം. നമ്മുടെ നാടും ലോകമറിയും. അറിയട്ടെ, ഇതിലും വലുത് മറ്റൊരിടത്ത് ഉയരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല, ഉയരട്ടെ. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.